തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപ് നമുക്ക് കാട്ടിലെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? കീരിക്കുട്ടന്റെ പേരെന്താ? ഡാനിയൽ സണ്ണി. ഏത് സ്ഥലത്തുനിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ കാട്ടിൽ നിന്ന്. തത്തമ്മയുടെയോ? മെറിൻ മേജോ. ഏത് സ്ഥലത്തുനിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. മീനിന്റെ പേരെന്താ? സെറിൻ മേജോ. ഏത് സ്ഥലത്തുനിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ കാട്ടിൽ നിന്ന്. ആമയുടെയോ? ജെയ്നീസ സിനോജ്. ഏത് സ്ഥലത്തുനിന്നാ വരുന്നേ? പോട്ട. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് ലാസറിനെ പറ്റിയുള്ള കഥ കേട്ടാലോ? ഈശോ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? ഈശോ എന്തിനു വേണ്ടിയായിരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക? ഈശോയിൽ ആളുകൾ വിശ്വസിക്കുന്നതിനായിട്ട് അല്ലേ? അങ്ങനെ യേശു ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അത്ഭുതമാണ് ലാസറിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത്. അങ്ങനെയാണോ? യേശുവിന്റെ ഉറ്റ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്നു ലാസറും ലാസറിന്റെ സഹോദരിമാരായ മർത്തായും മറിയവും. ഇവർ ബെഥാനിയയിലാണ് താമസിച്ചിരുന്നത്. യേശു തന്റെ നാടായ നസ്രത്തിൽ നിന്നും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നത് ഈ ബെഥാനിയ വഴിയായിരുന്നു. യേശു എന്നൊക്കെ ആ വഴി പോയിട്ടുണ്ടോ അന്നെല്ലാം ലാസറിന്റെ ഭവനത്തിൽ തങ്ങുക പതിവായിരുന്നു. യേശു ആ വഴി പോകുമ്പോൾ ആ ഭവനത്തിൽ തങ്ങുമെന്നറിയാവുന്ന ജനങ്ങൾ എല്ലാവരും ലാസറിന്റെ ഭവനത്തിൽ ഒത്തുകൂടുകയും പതിവായിരുന്നു. അവിടെ യേശു ജനങ്ങളെ പഠിപ്പിക്കുകയും ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ലാസറിന് ഒരു പനി വന്നു. അപ്രതീക്ഷിതമായി ആ പനി വലിയൊരു രോഗമായി മാറുകയും ചെയ്തു. യേശു ഇവിടെ ഉണ്ടെങ്കിൽ ലാസറിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് മർത്ത അമിതമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മർത്ത ആളെ വിട്ട് യേശുവിനെ വിവരമറിയിച്ചു. ആ ആൾ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ലാസർ രോഗാവസ്ഥയിലാണ്, മരണം അടുത്തു എത്തിയിരിക്കുന്നു. യേശു എന്താ അയാളോട് പറഞ്ഞത്? യേശു ആ വ്യക്തിയോട് പറഞ്ഞു, ഇത് മരണത്തിലേക്കുള്ള വഴിയല്ല. ഉടനെ തന്നെ ആ വ്യക്തി തിരിച്ചു ചെന്ന് മർത്തായും വിവരമറിയിച്ചു. ലാസർ രോഗാവസ്ഥയിലാണെന്നറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു ബെഥാനിയയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ യേശു ബെഥാനിയയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, വരൂ നമുക്ക് ബെഥാനിയയിലേക്ക് പോകാം. എന്നിട്ട് യേശു ബെഥാനിയയിലെത്തിയോ? അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങേ പിടികൂടാൻ യഹൂദന്മാർ തക്കം പാർത്തിരിക്കുകയാണ്. ഈ സമയം അങ്ങ് ബെഥാനിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല. മാത്രവുമല്ല, ലാസർ മരിച്ചിട്ട് ഇന്നത്തേക്ക് 3-ാം ദിവസമാണ്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ലാസർ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ എതിർത്തൊന്നും യേശുവിനോട് പറയുവാൻ നിന്നില്ല. ആ കൂട്ടത്തിൽ തോമ എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. തോമ ശിഷ്യന്മാരോടായി പറഞ്ഞു, വരൂ നമുക്കും ഈശോയെ അനുഗമിക്കാം. അങ്ങനെ ശിഷ്യന്മാരും യേശുവും ബെഥാനിയയിലേക്ക് ലാസറിനെ കാണുവാനായി പുറപ്പെട്ടു. ഒരു 1.5 ദിവസത്തെ യാത്രയുണ്ടായി. യേശുവും ശിഷ്യന്മാരും വരുന്നുണ്ടെന്നറിഞ്ഞ മർത്ത ഉടനെ തന്നെ നഗര കവാടത്തിൽ യേശുവിനെ കാത്തുനിന്നു. മർത്ത എന്താ ചെയ്തത്? യേശുവിനെ കണ്ടതും മർത്ത യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞു പറഞ്ഞു, ഗുരു, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ സങ്കടം കണ്ടപ്പോൾ യേശുവിന് സങ്കടം തോന്നി. അപ്പോൾ യേശു മർത്തായോട് ചോദിച്ചു, മറിയം എവിടെ? അപ്പോൾ മർത്ത പറഞ്ഞു, അവൾ വീട്ടിലുണ്ട്. മറിയം എന്താ ചെയ്തത്? മറിയത്തിന് ലാസർ മരിച്ച സങ്കടം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയം വീടിന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സഹോദരിമാരായ മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിക്കാൻ യഹൂദരായ കുറെ ആളുകൾ അവരുടെ ചുറ്റുമുണ്ടായിരുന്നു. മർത്ത ഓടിച്ചെന്ന് മറിയത്തെ വിവരമറിയിച്ചു. ആളുകളുടെ ഇടയിലൂടെ മറിയത്തിനടുക്കൽ ചെന്ന് മർത്ത ചെവിയിൽ പറഞ്ഞു, നിന്നെ ഈശോ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ മർത്തായും മറിയവും ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തി. 2 സഹോദരിമാരും വീടിന് പുറത്തേക്ക് ഓടുന്നത് കണ്ട് ആളുകൾ വിചാരിച്ചു അവർ കല്ലറയിൽ പോയി കരയുന്നതിനാണെന്ന്. അവർ 2 പേരും ഓടുന്നതിന് പുറകെ ആളുകളും അവരെ ആശ്വസിപ്പിക്കുന്നതിനായി ഓടി.
രണ്ടുപേരും ഈശോയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ മറിയം ഓടി ചെന്ന് ഈശോയോട് പറഞ്ഞു, ഗുരു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ലാസർ എവിടെയാണ് കിടക്കുന്നത്? മർത്ത പറഞ്ഞു, വരൂ, വന്ന് കാണൂ. ലാസറിനെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറയിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ട് മർത്തായും മറിയവും പോയി. ലാസറിനെ സംസ്കരിച്ചത് ഒരു ഗുഹ പോലുള്ള ഒരു കല്ലറയിലായിരുന്നു. ആ കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ലുകൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. യേശു കല്ലറയുടെ അടുക്കൽ ചെന്നപ്പോൾ ആളുകളോടായി പറഞ്ഞു, ആ കല്ലുരുട്ടി മാറ്റുവിൻ. ഈശോ പറഞ്ഞതനുസരിച്ച് ആളുകൾ കല്ല് മാറ്റിയോ? അപ്പോൾ മർത്ത യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇന്നേക്ക് ലാസർ മരിച്ചിട്ട് 4-ാം ദിവസമാണ്. ഇപ്പോഴേക്കും ശരീരം അഴുകി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കല്ല് മാറ്റിക്കഴിഞ്ഞാൽ ഈ സമീപ പ്രദേശം മുഴുവൻ ദുർഗന്ധം വരും. അപ്പോൾ യേശു പറഞ്ഞു, മർത്ത, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പിന്നീട് മറിച്ചൊന്നും മർത്ത യേശുവിനോട് പറയുവാൻ പോയില്ല. യേശു പറഞ്ഞതുപോലെ ആളുകൾ കല്ലറയുടെ കല്ല് ഉരുട്ടിമാറ്റി. അപ്പോൾ യേശു കല്ലറയുടെ സമീപത്തേക്ക് നടന്നിട്ട് ഉറക്കെ പറഞ്ഞു, ലാസറെ, പുറത്തു വരിക. ഉടനെ തന്നെ ലാസർ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വന്നു. ഇത് കണ്ടതും അവിടെ കൂടി നിന്നിരുന്ന ആളുകൾക്കെല്ലാം അത്ഭുതമായി. മരിച്ചുപോയിരിക്കുന്ന ലാസർ ഇതാ തിരിച്ചുയർത്തു വന്നിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും കുറെ ആളുകൾക്ക് മനസ്സിലായുമില്ല. അതേസമയം അവിടെ കൂടി നിന്നിരുന്ന കുറച്ചാളുകൾ യഹൂദ പ്രമാണികളോട് ഈ നടന്ന സംഭവങ്ങളെല്ലാം പോയി പറഞ്ഞു. ലാസർ പുറത്തു വന്നതും യേശു ആളുകളോടായി പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുക. അവനെ സംസ്കരിച്ച സമയത്ത് ലാസറിന്റെ മുഖം മുഴുവൻ തുണികൊണ്ട് ചുറ്റുകയും കാലുകളും കൈകളും കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതഴിക്കുന്നതിനായിട്ടാണ് യേശു ആളുകളോട് പറഞ്ഞത്. ഉടനെ തന്നെ ആളുകൾ ചെന്ന് ലാസറിന്റെ കെട്ടുകളെല്ലാം അഴിച്ചു. പിന്നീട് മർത്തായും മറിയവും ലാസറും എല്ലാവരും സ്നേഹത്തോടെ അവിടെ നിന്ന് കുറെ നേരം സംസാരിച്ചു. പിന്നെ അവര് വീട്ടിലേക്ക് പോയി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈശോയെ വിശ്വസിക്കുന്നവർക്ക് എന്നും നന്മയുണ്ടാവും. നമ്മൾ എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, അല്ലേ? ഒരിക്കലും നമ്മുടെ വിശ്വാസം കൈവെടിയുവാൻ പാടില്ല. കാട്ടിലെ കൂട്ടുകാരുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പുള്ളിമാൻ പറഞ്ഞ കഥ നല്ല രസമുണ്ടായിരുന്നു. കൊച്ചു കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. സങ്കീർത്തനം 5:11. കൂട്ടുകാരെ, ക്രിസ്റ്റീന വായിച്ച ബൈബിൾ വചനം കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ഇത് കാണാതെ പഠിക്കണേ. എങ്കിൽ നമുക്ക് നമ്മുടെ കളിമുറ്റത്തിലെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ? ഹായ് മാലക്കേ. ഹായ് അന്നമോളെ. ആട്ടെ, ഇന്നെന്താ എന്റെ അന്നമോളുടെ സംശയം? ആരാ മാലക്കേ ഈ കണക്കുകൾ കണ്ടുപിടിച്ചത്? ഗണിതശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയത് നമ്മൾ ഭാരതീയരാണ്. ആഹാ. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ 0-ഉം 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളും ഭാരതീയര അന്നമോളെ കണ്ടുപിടിച്ചത്. ആണോ മാലക്കേ? സംഖ്യകൾക്കുള്ള പേരുകൾ ലോകത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഋഗ്വേദത്തിലാ. സംഖ്യകൾക്ക് ആദ്യമായി പേരുകൾ നൽകിയതാവട്ടെ മേധാതിഥി എന്ന ഋഷിവര്യനും. ലോകത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്രജ്ഞനാണ് മേധാതിഥി. 1 മുതൽ 1 ബില്യൺ വരെയുള്ള സംഖ്യകൾക്ക് ആദ്യമായി പേരുകൾ നൽകിയതും മേധാതിഥി അന്നമോളെ. അത് കൊള്ളാമല്ലോ. അങ്ങനെ ഒത്തിരി ഗണിതശാസ്ത്രജ്ഞന്മാർ പണ്ടുകാലത്ത് നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവരെ ആരൊക്കെയാ മാലക്കേ? ആര്യഭടൻ, വരാഹമിഹിരൻ, ഭാസ്കരാചാര്യൻ, സംഗമഗ്രാമമാധവൻ, വടശ്ശേരി പരമേശ്വരൻ, ബ്രഹ്മഗുപ്തൻ, പുതുമന ചോമാതിരി, ഇവരൊക്കെ പണ്ടത്തെ നമ്മുടെ ഗണിതശാസ്ത്രജ്ഞന്മാരായിരുന്നു അന്നമോളെ. ഇവരെ കുറിച്ചൊക്കെ എനിക്ക് മാലക്ക പറഞ്ഞു തരാമോ? അതിനെന്താ അന്നമോളെ? ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കാവുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. AD 478 ആണ് ആര്യഭടന്റെ ജനനം. പ്രാചീന ഭാരതത്തിലെ പ്രഗത്ഭനായ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭടൻ. തന്റെ 23-ാമത്തെ വയസ്സിലാണ് ആര്യഭടീയം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ബീജഗണിതത്തിലെ പല നിയമങ്ങൾക്കും രൂപം നൽകിയതും അക്കങ്ങളുടെ സ്ഥാനവില കണ്ടെത്തിയതും ആര്യഭടനാണ്.
വർഗമൂലവും ഘനമൂലവും കണ്ടെത്താനുള്ള മാർഗം ആര്യഭടൻ വിശദീകരിച്ചു. കൈയുടെ ഏകദേശ മൂല്യം 3.146 ആണെന്നും ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നുണ്ടെന്നും ആദ്യം കണ്ടെത്തിയതും ആര്യഭടനാ. ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയ ആര്യഭടൻ ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം നിർണയിക്കുന്നതിലും വിജയിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ആര്യഭടന പഞ്ചാംഗം കണ്ടുപിടിച്ചത്. അപ്പൊ ബാക്കിയുള്ളവരോ? AD 5-6 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന ഗണിത ജ്യോതിഷ് ശാസ്ത്രജ്ഞനായിരുന്നു വരാഹമിഹിരൻ. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഉജ്ജയിനിക്കടുത്ത അവന്തിയിൽ ജനിച്ച അദ്ദേഹം ബൃഹത് ജാതകം, പഞ്ചസിദ്ധാന്തിക, സാമസംഹിത എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. ജ്യോതിഷത്തിൽ ഭാരതത്തിലുണ്ടായ ഏറ്റവും ആധികാരിക ഗ്രന്ഥം വരാഹമിഹിരന്റെ ബൃഹത് ജാതകമായിരുന്നു അന്നമോളെ. ഭാരതത്തിന്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ഭാസ്കരാചാര്യൻ. ലീലാവതി എന്ന അമൂല്യ ഗ്രന്ഥത്തിലൂടെയാണ് ഭാസ്കരാചാര്യൻ ലോകപ്രശസ്തനായത്. ലീലാവതിയോ? ലീലാവതി എന്ന പെൺകുട്ടിക്ക് ഗണിത പാഠങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഭാസ്കരാചാര്യൻ ലീലാവതി രചിച്ചത്. അത് കൊള്ളാമല്ലോ മാലാക്കേ. മടുപ്പിക്കുന്ന ഗണിത സിദ്ധാന്തങ്ങൾ ആസ്വാദ്യകരമായ രീതിയിൽ വായനക്കാരന്റെ മനസ്സിലെത്തിക്കാൻ ഭാസ്കരാചാര്യന് ലീലാവതിയിലൂടെ സാധിച്ചു. കരണകുതൂഹലം, ബീജഗണിതം, വാസനാഭാഷ്യം, സിദ്ധാന്ത ശിരോമണി എന്നീ ഗ്രന്ഥങ്ങളും ഭാസ്കരാചാര്യൻ്റെതാ. കരണത്തിൽ ഛേദം 0 ഫലം അനന്തമായിരിക്കുമെന്ന് ഭാസ്കരാചാര്യൻ തെളിയിച്ചു. കൂടാതെ ബീജഗണിത സമവാക്യങ്ങളിലെ നിർദ്ധാരണ രീതികളെക്കുറിച്ചും ബഹുഭുജങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഭാസ്കരാചാര്യൻ അന്നേ പറഞ്ഞു വെച്ചിരുന്നു അന്നമോളെ. അതെ അന്നമോളെ, അന്നമോളെ അന്വേഷിച്ച് മമ്മി ദൂരക്കൂടെ വരുന്നുണ്ട്. എനിക്ക് എന്റെ അന്നമോൾ വേഗം മമ്മിയുടെ അടുത്തേക്കും പോയിക്കോട്ടോ. ശരി മാലാക്കേ. ബായ് അന്നമോളെ. ബായ് മാലാക്കേ. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിന ആശംസകൾ. ഡെമിലിയ, എന്നാ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അതിന്റെ ഉത്തരം പറയാമോ? ഓക്കെ. വായിൽ നിന്ന് വരുന്ന വിചിത്ര ശ്രുതി എന്ത്? ഒരു ക്ലൂ തരാവോ? ക്ലൂ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. സങ്കീർത്തനം 31:13 എനിക്ക് കിട്ടുന്നില്ലല്ലോ. ക്രിസ്റ്റീന ഒന്ന് പറയാവോ? അതിന്റെ ആൻസർ ആണ് അപശ്രുതി. ഓ അതായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ട ഗുണം എന്താണ്? അങ്ങനെ ഒരു ഗുണമുണ്ടോ? എനിക്കതറിയില്ലായിരുന്നു. ഡെമിലി ഒന്ന് പറയാമോ? ദുർഗുണം. ഓ അതായിരുന്നു അല്ലേ. എങ്കിൽ നമുക്ക് നമ്മുടെ കളിമുറ്റത്തിലെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ? ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്കു നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിഷക്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും.
അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവെപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. എങ്കിൽ നമുക്ക് നമ്മുടെ കളിമുറ്റത്തിലെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. പൈതലാമീശോയേ, അങ്ങേ കാണാൻ കൊതിച്ചിടും നാഥാ, കുഞ്ഞുമക്കളിൽ നീ വൈകാതെ വേഗം വന്നിടുമോ? ഞങ്ങൾക്കു നിൻ മുത്തമേകുകില്ലേ? നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ, നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ. വാവാ പൈതലാമീശോയേ, അങ്ങേ കാണാൻ കൊതിച്ചിടും നാഥാ, കുഞ്ഞുമക്കളിൽ നീ വൈകാതെ വേഗം വന്നിടുമോ? ഞങ്ങൾക്കു നിൻ മുത്തമേകുകില്ലേ? നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ, നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ. ചൊല്ലി പാട്ടുപാടി വീണ്ടും ഉറക്കുകില്ലേ? ആപത്തൊന്നും വന്നിടാതെ കാത്തുകൊള്ളുകില്ലേ? എൻ്റെ ഈശോയേ, വാവാ പൈതലാമീശോയേ, അങ്ങേ കാണാൻ കൊതിച്ചിടും
കാണാൻ കൊതിച്ചിടും നാഥാ കുഞ്ഞു മക്കളിൽ നീ വൈകാതെ വേഗം വന്നിടുമോ? ഞങ്ങൾക്കു നിൻ മുത്തമേകുകില്ലേ? നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ, നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ. കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്കിലും നമുക്കൊരു ബൈബിൾ ഗെയിം കളിക്കാൻ പോയാലോ? കൂട്ടുകാരെ, നമ്മൾ കുഞ്ഞാകുമ്പോൾ നമ്മളിലെ നന്മകളും നല്ല ശീലങ്ങളും നമ്മൾ വലുതാകുമ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ഈ സ്ട്രോ നമ്മളാണ്. ഈ കുഞ്ഞു കുഞ്ഞു ബോൾസ് നമ്മളിലുള്ള നന്മകളാണ്. ഈ നന്മകളൊന്നും കളയാതെ നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. എങ്കിൽ നമുക്ക് ഇന്നത്തെ ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഇത് കണ്ടോ, നമ്മളിൽ നിന്ന് കുറച്ച് നന്മകൾ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും താഴെ വീണോ മാറിപ്പോകാനോ പാടില്ല. നമ്മളിലുള്ള നന്മകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അഥവാ എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അത് തിരികെ കൊണ്ടുവരണം. കൂട്ടുകാരെ, ഇന്നത്തെ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ വെച്ച് കളിച്ചു നോക്കണേ. നല്ല രസമുണ്ടായിരുന്നില്ലേ നമ്മുടെ ഗെയിം? ഡെമിലിക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്കും ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ നമുക്ക് കളിമുറ്റത്തിൽ ഈ ആഴ്ച സെലക്ട് ചെയ്തിരിക്കുന്നത് ആരുടെ പടമാണെന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിലും കളിമുറ്റത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിലെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ഇതിനും പുതുമയുള്ള എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.